മനസ്സിലാക്കേണ്ട ആളുകളാണെങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ മനസ്സിലാവും. ഇനി മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലാക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം 20 വർഷത്തോളം BJP ഭരിച്ചിട്ടുള്ള മധ്യപ്രദേശിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അയ്യോ ബി ജെ പി കയറി എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇങ്ങനെ അതിനിങ്ങനെ പറയുമ്പോൾ ഈ മറ്റു പറയുന്ന പാർട്ടികൾക്ക് എന്ത് നല്ല ചരിത്രമാണുള്ളത്. പക്ഷെ BJP കിട്ടുകയാണെങ്കിൽ അവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, അവസരം കൊടുക്കാൻ തന്നെ. അങ്ങനെയല്ല, അവർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ മോദി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. ഇവരോട് ഞാൻ 100% യോജിക്കുന്നു. ഒരവസരം നൽകണം, എന്നാലേ ഇവന്മാരെ പോലത്തെ ആളുകൾ പഠിക്കുകയുള്ളൂ. 2 ദിവസം മുൻപ് ഗുജറാത്തുമായി ഈ കേരളത്തിനെ ഞാൻ കമ്പയർ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മധ്യപ്രദേശിൽ ഏകദേശം കഴിഞ്ഞ 20 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ മോദിജിയുടെ BJP ആണ് അവിടെ ഭരിക്കുന്നത്. ഒരുപാട് ഇൻസിഡൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ അതിൽ 2 ഇൻസിഡൻസേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഈ 2 ഇൻസിഡന്റ് കൊണ്ട് മനസ്സിലാവേണ്ട ആളുകൾക്ക് കാര്യം മനസ്സിലാകും. ഒന്നാമത്തേത്, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള റിപ്പബ്ലിക് ഡേ